എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ MVDയുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രധാനപ്പെട്ട ചില നടപടികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാനത്ത് വാഹനങ്ങൾ പിടിച്ചെടുക്കുവാൻ മോട്ടോർ വാഹന വകുപ്പ് പുതിയ നടപടിയിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ്. നികുതി കുടിശ്ശിക വരുത്തിയിട്ടുള്ള വാഹനങ്ങൾ പിടിച്ചെടുത്ത് അവ സൂക്ഷിക്കുവാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി കണ്ടുകെട്ടൽ കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. തുടർച്ചയായിട്ട് നിയമം ലംഘിക്കുന്നതും പിഴ അടയ്ക്കാനായിട്ട് തയ്യാറാകാത്തതുമായിട്ടുള്ള വാഹനങ്ങളാണ് ഇത്തരത്തിൽ ആദ്യം പിടിച്ചെടുക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓഫീസ് വളപ്പുകളിലും അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനുകളിലും ഒക്കെ തന്നെ ഇവ സൂക്ഷിക്കുന്നതിൽ നിലവിലുള്ള സ്ഥലപരിമിതി മറികടക്കാനാണ് ഈ ഒരു പുതിയ നീക്കം ഉണ്ടായിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തികൾക്ക് വാഹനങ്ങൾ കണ്ടുകെട്ടാൻ കേന്ദ്രങ്ങൾ ആരംഭിക്കാവുന്നതാണ്. ചുറ്റുമതിലും അതോടൊപ്പം തന്നെ നിരീക്ഷ ക്യാമറകളും ഒക്കെ തന്നെ ഇതിനുവേണ്ടി ആവശ്യമുണ്ട്. സുരക്ഷാ ജീവനക്കാരെ നിയോഗിക്കേണ്ടതാണ്. വാഹന പരിശോധനയ്ക്കിടയിൽ പിടികൂടുന്ന വാഹനങ്ങൾ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് കൈമാറുന്നതാണ്. ഓഫീസിൽ നിന്ന് പിഴ അടച്ച് റെസിപ്റ്റുമായിട്ട് വന്നാൽ വാഹനം തിരികെ കൈമാറ്റം ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ വാഹനം സൂക്ഷിക്കുന്നതിന് നിശ്ചിത തുക വാഹന ഉടമയിൽ നിന്നും ഈടാക്കുന്നതാണ്. തിരുവനന്തപുരം ഇഞ്ചക്കലിൽ KSRTCയുടെ സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പ് ഈ രീതിയിൽ വാഹനങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. നികുതി അടയ്ക്കാത്ത വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുക്കണം എന്നതാണ് നിയമവ്യവസ്ഥ. എന്നാൽ ഇവ സൂക്ഷിക്കുവാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് നിലവിലിപ്പോൾ തടസ്സമായിരുന്നു. 7 ക്യാമറ പ്രവർത്തന സജ്ജമായതിനു ശേഷം നിയമ ലംഘനങ്ങൾക്ക് പിഴ ചുമത്തുന്ന വാഹനങ്ങളുടെ എണ്ണവും ഗണ്യമായിട്ട് കൂടിയിട്ടുണ്ട്. ഇതിൽ 30% വാഹനങ്ങൾ പിഴ കൊടുക്കുവാൻ തയ്യാറാകാതെ വീണ്ടും കുറ്റം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അമിതഭാരം കയറ്റുന്ന ചരക്ക് വാഹനങ്ങളും പിഴ അടച്ചില്ല എങ്കിൽ കസ്റ്റഡിയിലെടുക്കുന്നതാണ്. ഇതോടെ പിഴ, നികുതി കുടിശ്ശിക എന്നിവ ഗണ്യമായി കുറയ്ക്കുവാൻ ആകുമെന്ന നിഗമനത്തിലാണ് നിലവിലിപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമലംഘനങ്ങൾ നടത്തുന്നവരും പെർമിറ്റ് റദ്ദായിട്ടുള്ള വാഹന ഉടമകളും എല്ലാവരും തന്നെ സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങളുടെ വാഹനങ്ങൾ പിടിച്ചെടുത്ത് അത് സൂക്ഷിക്കുവാനുള്ള പുതിയ സ്ഥലം ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.